നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 18, 2025 തിങ്കൾ. വീക്കായ ക്വാർട്ടർ ഏർണിംഗ്സും US-ഇന്ത്യ ട്രേഡ് ടെൻഷൻസ് നിലനിന്നതിനാലും തുടങ്ങി ഗ്ലോബലായിട്ടും ലോക്കലായിട്ടുള്ള പല കാരണങ്ങൾ മൂലം തുടർച്ചയായി 6 ആഴ്ചയിലും നഷ്ടത്തോടു കൂടിയിട്ടുള്ള വ്യാപാരത്തിന് ശേഷം വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ടും വീക്ക്ലി ബേസിസിൽ 1% നേട്ടത്തോടുകൂടി നമ്മുടെ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വ്യാഴാഴ്ചയിലും ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 1926.76 കോടി രൂപയ്ക്ക്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3895.68 കോടി രൂപയ്ക്കും ബൈ നടത്തുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റി അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMA ലെവൽ, അതായത് 24,813 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് അതിന് മുകളിലായിട്ട് നിലനിൽക്കുന്നില്ലെങ്കിൽ 24,813 എന്ന ലെവലിനും നിഫ്റ്റിയുടെ 100-day EMA ലെവലായ 24,465 എന്ന ലെവലുകൾക്കിടയിലായിട്ടുള്ള കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള ട്രേഡിംഗ് റേഞ്ച് ആണ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അതുകൂടാതെ ഇന്ന് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,700, 24,800 തുടർന്ന് 25,000 എന്നീ റേഞ്ചുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. എന്തെങ്കിലും കാരണവശാൽ നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടായി നിഫ്റ്റി അതിന്റെ 100-day EMA ആയ 24,465 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,350 എന്ന ലെവൽ, അതായത് ഈ മാസത്തെ ലോ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കീ സപ്പോർട്ടായിട്ട് മാറിയേക്കാം. തുടർന്ന് 24,200 എന്ന ലെവലും, കാരണം ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ 200-day EMA സ്ഥിതി ചെയ്യുന്നത്. 24,200 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും തുടർന്ന് 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയുടെ 50 വീക്ക് EMA സ്ഥിതി ചെയ്യുന്നതും ഈ ലെവലിൽ തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ് വിശദീകരിക്കുന്നത്. ഇത് മാർക്കറ്റാണ്, മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ് ആയിട്ട് നിലനിൽക്കുന്നത് US പ്രസിഡന്റ് ട്രംപിന്റെയും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിലുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ തന്നെയാണ്. വെള്ളിയാഴ്ച ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADR ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. കൂട്ടത്തിൽ HDFC ബാങ്കിനും ഇൻഫോസിസ് ADRനും 1%-ലേറെ നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച US-ല് S&P 500 ഇൻട്രാഡേ ബേസിസിൽ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിൽ കൂടിയിട്ടും നേട്ടം നിലനിർത്താനായില്ല. തൽഫലമായി S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 73 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ മൾട്ടി മന്ത് ഹൈയിൽ നിന്നും പുൾ ബാക്ക് ആയിരുന്നു വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് സെഷനിൽ ദൃശ്യമായത്. തൽഫലമായി UK, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 1.5% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഗിഫ് നിഫ്റ്റിയിൽ നിലവിൽ 232 പോയിന്റുകളുടെ പോസിറ്റീവ്നെസ് ആണ് ദൃശ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാന്റെ നിക്കി 225 240 പോയിന്റുകളുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് വ്യാപാരം തുടങ്ങിയപ്പോൾ കൊറിയൻ മാർക്കറ്റുകൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലൊക്കെ ഇടിവ് അനുഭവപ്പെടുമ്പോൾ ഗോൾഡില് നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.88 എന്ന നിലയിലും മാക്സ് പെയിൻ 24,650 എന്ന നിലയിലും. റേഞ്ച് ബൗണ്ട് ആക്ഷനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ഷാഡോസോട് കൂടിയിട്ടുള്ള സ്മോൾ ബുള്ളിഷ് കാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും കാണുന്നത്. 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. തത്സമയം അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR
0.71 എന്ന നിലയിലും മാക്സ് പെയിൻ 55,500 എന്ന ലെവലിലുമാണ്. ബാങ്ക് നിഫ്റ്റിയിലും റേഞ്ച് ബൗണ്ട് ട്രേഡിംഗിനെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള സ്മോൾ ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ തന്നെയാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാൻ സാധിക്കുന്നത്. സമയം 55,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റിന്യൂ എനർജി ഗ്ലോബൽ Q1 നെറ്റ് പ്രോഫിറ്റിൽ 13 മടങ്ങിന്റെ വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 39.4 കോടി രൂപയിൽ നിന്നും 513.1 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ടോട്ടൽ ഇൻകത്തിലും 65% വർധനവ് രേഖപ്പെടുത്തി. യുണൈറ്റഡ് സ്പിരിറ്റ്സ് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ലിക്വറിന്റെ വിലയില് 30 മുതൽ 35% വർധനവ് മഹാരാഷ്ട്രയിൽ കമ്പനി ഉയർത്തുകയുണ്ടായി. വോഡഫോൺ ഐഡിയ നിലവിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ അഭിജിത്ത് കിഷോർ നാളെ മുതൽ, അതായത് August 19 മുതൽ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് സ്ഥാനമേൽക്കും എന്നുള്ള വാർത്തകൾ. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് പ്രോഫിറ്റിൽ 86.2% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 340.2 കോടി രൂപയിൽ നിന്നും 47 കോടി രൂപയായി ചുരുങ്ങി. റവന്യൂവിൽ 0.6% വർധനവ് രേഖപ്പെടുത്തി. ഐനോക്സ് വിൻഡ് പ്രോഫിറ്റിൽ 134% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 41.6 കോടി രൂപയിൽ നിന്നും 97.3 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂവിലും 29.2% വർധനവ് രേഖപ്പെടുത്തി. സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യൽ ഈ Q1 വന്നപ്പോൾ 360.2 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തുകയുണ്ടായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 70% ഇടിവ് രേഖപ്പെടുത്തി. ജിൻദാൽ പോളി ഫിലിംസ് പ്രോഫിറ്റിൽ 84.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 168.1 കോടി രൂപയിൽ നിന്നും 26.1 കോടി രൂപയിലേക്ക് ചുരുങ്ങി. റവന്യൂവിലും 12.1% ഇടിവ് നേരിടുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.